So welcome back to my channel. നമ്മളങ്ങനെ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ബാക്ക് ടു കോളേജ് ആഫ്റ്റർ 1 month അല്ലേ? യെസ്. അങ്ങനെ കോളേജ് ബസ്സിൽ വന്ന് ഇറങ്ങി നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. ഞങ്ങൾ ലാബിലായിരിക്കും ഇരിക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ സെമ്മിൽ ഞങ്ങൾക്ക് ഫുൾ ലാബ് അവേഴ്സ് ആണ് കൂടുതൽ. പക്ഷെ ഇത് പ്രാക്ടിക്കൽസ് ആണ് കൂടുതൽ. അതുകൊണ്ട് നിലവിൽ നമുക്ക് ക്ലാസ് റൂംസ് അലവ് ചെയ്തിട്ടില്ല. ബട്ട് സൂൺ ആസ് പോസിബിൾ സാറുമാർ തരും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു അറിവ്. നമ്മുടെ ജൂനിയേഴ്സിന് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കോളേജിൽ. അപ്പോൾ അവരൊക്കെ ഇന്ന് വരും. ഐ ഡോണ്ട് ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നല്ല. എനിവേ ഞങ്ങൾക്ക് ക്ലാസ് റൂം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ലാബിൽ പോയിരിക്കട്ടെ. അപ്പോൾ ഈ വ്ളോഗ് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെയുള്ളത് മിലാന സിഞ്ചു. മിലാന ഞങ്ങളുടെ മില എഴുത്തുകാരിയാണ്. ആൻഡ് യാ ഫ്യൂച്ചർ റൈറ്ററാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ശരി, അപ്പോൾ ഗൈസ് സീ യു, ബൈ. ഇന്ന് ഞാൻ എൻ്റെ കോളേജിലൊരു റാൻഡം ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അമൃത കോളേജിൽ കയറിയിട്ട് ഞാൻ ഇതുവരെ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. കാര്യം UG ലൈഫിൽ ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു അമൃതയിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. കുറേ വീഡിയോസൊന്നും ഇല്ല, കാരണം നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ ജൂനിയേഴ്സ് വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ D ബ്ലോക്കിലെ പഴയ ക്ലാസ് റൂം കാണിക്കാം. നമ്മുടെ SEM 2-ലൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലായിരുന്നേ. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ക്ലാസ് റൂം. ഐ മിസ് ദിസ് ക്ലാസ് റൂം. പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് നമുക്ക് ഈ സെമ്മിൽ പ്രാക്ടിക്കൽസ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ക്ലാസ് റൂം കിട്ടിയിട്ട് വലിയ കാര്യമില്ല. അങ്ങനെ D ബ്ലോക്കൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമ്മൾ നേരെ ലാബിലേക്ക് പോവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ ബ്ലോക്ക്, D ബ്ലോക്ക്. ബട്ട് നമുക്ക് ഈ ഇയർ ഈ ബ്ലോക്കാണ് നമുക്ക് അറിയില്ല. എനിവേ ഞാൻ നേരത്തെ കാണിച്ചത് എൻ്റെ പഴയ ക്ലാസ് റൂമാണ്. നമുക്കിനി ബാക്ക് ടു ലാബ്. അങ്ങനെ കുറച്ച് നവരസങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ താഴേക്ക് പോവാണ്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി നേരെ നോക്കിയപ്പോൾ ദേടാ നമ്മുടെ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ വ്ളോഗ് എടുക്കാതിരിക്കുമോ, നേരെ ചെന്നു. അവരാണെങ്കിൽ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ദിവസം ഞാൻ വ്ളോഗ് എടുക്കും, അപ്പോൾ സുന്ദരിയായിട്ട് വരണമെന്ന്. അങ്ങനെ എല്ലാവരും ഇതേ സെറ്റായിട്ടുണ്ട്. ദിസ് ഈസ് അഭിരാമി. ഹായ്. സൈൻ ടു ഹേ ഗൈസ്, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണ്, എൻ്റെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യുക, കൊച്ചിന്റെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മണിയടിക്കുക, റിംഗ് ദ ബെൽ ഐക്കൺ. ബൈ ഗൈസ്. പിന്നെന്താടാ അതേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയത് നമ്മുടെ അഞ്ജനയാണ്. പിന്നെ ദേ അക്ഷയ്. പിന്നെ ഇത് നമ്മുടെ തെലുങ്കാന ഗേളാണ് ശ്രീയ. యూసఫ్ చిన్మయ్. తన వీడియోస్ చాలా బాగుంటాయి. అందరు తన వీడియోస్కి లైక్, షేర్, సబ్స్క్రైబ్ చేయండి అండ్ ఎంజాయ్ చేయండి. കുറച്ച് നേരം താഴെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ടൈമായി. അങ്ങനെ നമ്മൾ നേരെ ലാബിലേക്ക് വരുവാണ്. അപ്പോൾ ഇന്നും നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കാരണം ഡോക്യുമെൻ്ററി ഡിസ്കഷനും കാര്യങ്ങളുമാണ്. കാരണം ഫാക്കൽറ്റീസൊക്കെ സെഷൻ ആയതുകൊണ്ട് അവിടെ ആയിരിക്കും. എന്താണ് ഇവിടെ വെറുതെ നിൽക്കുവാണോ? ഫേസ് റിവീൽ ചെയ്യില്ലേ താങ്കൾ? ഓ മൈ ഗോഡ്. വീഡിയോ എടുക്കണോണ്ട് തന്നെ പിള്ളേരൊക്കെ തകർത്ത അഭിനയം കേട്ടോ. ഇത് അഭിരാമിയാണ്. അഭിരാമി എന്തോ കാര്യമായിട്ട് വർക്കിലാണ്. ഹായ് നൗറിൻ. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. നമ്മളിവിടെ എന്ത് ഡിസ്കഷനിലാണ്? ഒരു തേങ്ങാക്കൊലയുമായിട്ടില്ല. ബിക്കോസ് നമ്മള് ഈ വർഷം എടാ ആ പരിപാടിയുടെ പേരെന്തുവാ? സർഗമിത്രം. ഓക്കെ, നമ്മൾ കോയമ്പത്തൂര് അമൃത ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മുടെ സർഗമിത്രം പരിപാടി നടക്കുന്നത്. നമ്മൾ പോകുന്നൊന്നും അറിയത്തില്ല, അത് പറയല്ലേ അവര്. നമ്മൾ പോയാൽ ചിന്മയുടെ അടുത്ത വീഡിയോ നിങ്ങൾ വിശേഷങ്ങളായിട്ട് അറിയും. കോയമ്പത്തൂര് പോയില്ലെങ്കിൽ കൊച്ചി തന്നെ ഉള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് നമുക്ക് ഫ്രൈഡേ ഓഡീഷൻ ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ടൈമില്ല ഗൈസ്. എനിവേ നന്നായി ചെയ്ത് അടിപൊളിയാവുകയാണെങ്കിൽ ഞങ്ങൾ കോയമ്പത്തൂർ വരും, അല്ലെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലുണ്ടാകും. കൊച്ചി ഗൈസ്, കൊച്ചി മീഡിയക്കാരാണ്. ബൈ.
ഗൈസ് ഇന്നെന്നെ കാണാൻ എങ്ങനെയുണ്ട്? എന്നും പോലെ നല്ല ഭംഗിയുണ്ട്. പഠിപ്പിച്ചത് അതുപോലെ തന്നെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ദി ഗ്രേറ്റ് അങ്ങനെയൊന്നല്ല, ഞാൻ പിന്നെ സൂപ്പറാണല്ലോ. അങ്ങനെ വന്നപ്പോൾ അതേ ഷെബിനെ കണ്ടു. അങ്ങനെ ഷെബിനൊരു ചാനലുണ്ട്, അപ്പോൾ അവനെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ഇല്ല ഗൈസ്, ഇപ്പം നമ്മൾ ഇത് നിങ്ങളെ കാണിച്ചിട്ട് എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന്. നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ക്ലാസ് റൂം ഒന്നും അലൗ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ലാബിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് വഴി ഞാൻ കാണിച്ചത്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ചായിട്ട് തോന്നും, ബട്ട് ഇത്ര ഒരു സ്ലാൻഡിലും കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. മിലാന നടക്കുന്നതാണ്ടോ, ഇതുപോലെ നടക്കണം. സത്യം ഇവിടെ 2 പ്രാവശ്യം എനിക്ക് സ്ലിപ്പായിട്ടുണ്ട് അല്ലേ ഗൈസ്? ഇതിൽ കൂടി നടന്നപ്പോൾ 2 പ്രാവശ്യം അതിൽ കൂടുതൽ ഞാനിവിടെ സ്ലിപ്പായിട്ടുണ്ട്. എൻ്റെ എനിവേ നമുക്ക് പോയി ലഞ്ച് കഴിക്കാം. കമോൺ. അങ്ങനെ വീഴാതെ നമ്മൾ ക്യാൻറ്റീനിലെത്തിയിട്ടുണ്ട്. ക്യാൻറ്റീനിൽ താഴെയാട്ടോ ഫുഡ് കഴിക്കുന്ന ഏരിയ. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉഴുന്നുകൊണ്ടാട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്ന് ലെമൺ റൈസ് ആയിരുന്നു, പക്ഷേ ലെമൺ നമ്മൾ ഒഴിച്ചാലാണ് ഇത് ലെമൺ റൈസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഗീ റൈസ് ആണ്. അങ്ങനെ ഒരു സ്ക്യൂസ് ഓഫ് ലെമണൊക്കെ ഒഴിച്ച് നമ്മൾ നല്ല ലെമൺ റൈസ് കഴിച്ചു. പിന്നെ ചേച്ചിയുടെ മന്തി വിശേഷവും കേട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഇത് അൽഫാം മന്തി പോലെ തന്നെ ഉണ്ടാവും ഹൈദരാബാദി മന്തി, പക്ഷെ അങ്ങനെ അത്രയും ഗ്രില്ലാക്കില്ല. പിന്നെ അവിടുത്തെ മന്തിയുടെ ഫുഡൊക്കെ കഴിച്ച് ഞാനും ഇതേ രാജുബായും കൂടി ബാക്ക് ടു ലാബിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് സെം 1 ചെയ്ത കുറച്ച് വർക്ക്സ് കാണിച്ചു തരാം കേട്ടോ. ലാബിൽ നിന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, കാരണം ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വരുന്നേ ഉള്ളൂ. അങ്ങനെ ലോഗിൻ ചെയ്ത് ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ്. സെം 1 ബർഗറിൻ്റെ ഒരു ആഡ്, അങ്ങനെ കുറച്ച് ഫോട്ടോഷോപ്പിൽ ചെയ്ത കുറച്ച് വർക്ക്സാണ്. അങ്ങനെ അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഡോക്യുമെൻ്ററി ഡിസ്കഷനും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സെമ്മിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്ററിയും പിന്നെ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സംസാരിച്ചിരുന്നു. മെയിനായിട്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു പരിപാടി. പിന്നെ നമ്മുടെ കുറേ പിള്ളേർ അവിടെ ഇരുന്ന് വർക്ക്സൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രേയ, ആദിത്യൻ. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്. ഒരു ബർബണും മേടിച്ച് നമ്മൾ ബെസ്റ്റ്. ബൈ ഗൈസ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ശുഭദിനം.